റെഡിയാകുന്നു? രണ്ടേ രണ്ട് ചോദ്യം. ഈ രണ്ട് ചോദ്യത്തിന് നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് എത്തിയും. നമുക്ക് എത്രയും പെട്ടെന്ന് നിർത്താം. ഇത് കഴിഞ്ഞിട്ട് ഒത്തിരി പ്ലാനിനോടെ ഈ ആരാധന വന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? അപ്പോൾ ആ കാര്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. പക്ഷേ രണ്ട് ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് പരിശുദ്ധാത്മാവ്. ആത്മാവ് എന്ന് പറയുമ്പോൾ അതൊരു ദൈവം, ഒരു മനുഷ്യനല്ല എന്ന് നിങ്ങൾ കരുതരുത്. അതൊരു പേഴ്സണാലിറ്റി ഉള്ള ദൈവമാണ്. പിതാവ് ദൈവമായതുപോലെ, പുത്രൻ ദൈവമായതുപോലെ, പരിശുദ്ധാത്മാവും ദൈവത്താണ്. അവനൊരു മനുഷ്യനായിട്ട് നമുക്കിപ്പോൾ വചനത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നത്. കാരണം അവൻ എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പല സ്ഥലത്തും പറയുന്നത്. അപ്പോൾ അവനെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ മുറുക പിടിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്? മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു ദൈവമക്കളുടെ ജീവിതത്തിൽ എപ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്? ഞാൻ കുഞ്ഞുങ്ങളുടെ വർക്ക് ചെയ്യുന്ന ചോദ്യമൊക്കെ വരും, ആൻസറൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്ക് അവസരം കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാം പറഞ്ഞു തീർക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോ. എപ്പോഴാണ് ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്? അതിനും പല വ്യാഖ്യാനങ്ങൾ ഉണ്ട്. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവില്ലാതെ ഒരു ദൈവിക ജീവിതം, ക്രിസ്തീയ ജീവിതം കെട്ടിപ്പണിയാൻ പറ്റത്തേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്? പരിശുദ്ധാത്മാവ് ഉണ്ടോ? ആമേൻ, ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാം. ഞാൻ കൂടുതലായിട്ട് മറ്റുള്ളവരെ കുറിച്ച് സാക്ഷ്യം പറയത്തില്ല. എൻ്റെ സാക്ഷ്യം തന്നെ പറയാനാണ് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നത്. ഞാൻ 7ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് പള്ളിയിൽ CSI പശുപാല പള്ളിയിൽ ജ്ഞാനസ്ഥാനം എടുത്ത് ഒരു മെമ്പറായിട്ട് മാറുന്നത്. അപ്പോൾ അതുവരെ എങ്ങനെയായിരുന്നു വേണമെങ്കിൽ ചോദിക്കാം അല്ലേ? അതുവരെ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ശബരിമലയ്ക്ക് മാലയിട്ടൊക്കെ പോയി അങ്ങനത്തെ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു പയ്യനാണ് 7ാമത്തെ വയസ്സിൽ കുടുംബമായിട്ട് പശുപാല CSI പള്ളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മെമ്പർഷിപ്പ് എടുത്ത് ജ്ഞാനസ്ഥാനം എടുത്ത് പള്ളിയിലെ മെമ്പറായിട്ട് മാറുന്നു. അപ്പോൾ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി 7 മുതൽ 8, 9, 10, +1, +2 ഒക്കെ പോയി. ആ സമയത്തൊക്കെ പള്ളിയിൽ വളരെ ആക്റ്റീവായിട്ട് മാറി. സൺഡേ സ്കൂളിൽ ഭയങ്കര ആക്റ്റീവാണ്. കൊയറിൽ ഉണ്ട്. എന്താ, ഞാനില്ലാത്ത ഒരേ ഒരു സംഘടന അമ്മമാരുടെ വീട്ടിൽ മാത്രമാണ്. ബാക്കി എല്ലാ സംഘടനയിലും എനിക്ക് കമ്മിറ്റിയിലുണ്ടായിരുന്നു. കപ്പിയാരായിരുന്നു. 4 വർഷം കപ്പിയാരായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ പള്ളിയിലുള്ള എല്ലാ കാര്യത്തിലും പള്ളിയിലെ ഒരു സ്ഥലം പോലും നമ്മുടെ കൈ തൊടാത്ത സ്ഥലം ഇല്ല. എല്ലാ സ്ഥലത്തും വളരെ ആക്റ്റീവായിട്ട് ഉള്ള ഒരു മെമ്പറായിട്ട് ദൈവം എന്നെ മാറ്റി. യുവജന പ്രസ്ഥാനത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചു. ഡയറക്ഷൻ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വരെ പ്രവർത്തിക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ വളരെ മനോഹരമായ ഒരു ക്രിസ്തീയ ജീവിതം വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പക്ക ക്രിസ്ത്യാനിയായിട്ട് ഞാൻ എന്ത് ചെയ്തു? ജീവിച്ചു. എത്ര വയസ്സ് വരെ? അതായത് 23 വയസ്സ് വരെ അങ്ങനെ ജീവിച്ചു. അപ്പോൾ പള്ളിയിലെ എല്ലാ കാര്യത്തിലും ഞാൻ ആക്റ്റീവാണ്. സൺഡേ സ്കൂളുണ്ടോ? ഉണ്ട്. സൺഡേ സ്കൂൾ ടീച്ചറാണോ? ടീച്ചറാണ്. കൊയറിലുണ്ടോ? ഉണ്ട്. കമ്മിറ്റിയിലുണ്ടോ? ഉണ്ട്. കപ്പിയാരാണോ? കപ്പിയാർ. അച്ഛൻ്റെ വലത്ത് ഭാഗത്ത് ഇങ്ങനെ എപ്പോഴും ഉണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് ആൾക്കാർ എന്തായാലും എന്ത് വിചാരിക്കും? പറഞ്ഞ് എന്ത് വിചാരിക്കും? പക്ക ക്രിസ്ത്യാനി. ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. അവരെക്കുറിച്ച് പറയാനായിട്ട് ഒരു കംപ്ലൈൻറ്റും കാണത്തില്ല. അച്ഛനേക്കാൾ ഒരുപടി മേളിലായിരിക്കും ചിലപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ. പക്ഷേ 23 വയസ്സ് വരെ ഈ പരിശുദ്ധാത്മാവ് എനിക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എൻ്റെ 23ാമത്തെ വയസ്സിലാണ് യേശു ആരാ എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നതാണ്. യേശു എൻ്റെ പാപത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതെന്ന് 23ാമത്തെ വയസ്സിൽ മെയ് മാസം 2012 മെയ് മാസം 12-ാം തീയതിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അന്നാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പൈതൽ, ഒരു മനുഷ്യൻ
എപ്പോഴാണോ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്, ആ സമയം മുതലാണ് അവൻ്റെ കൂടെ പരിശുദ്ധാത്മാവുള്ളത്. ഞാൻ ചോദിച്ചു, എപ്പോഴാണോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്? എപ്പോഴാണ് ഒരു മനുഷ്യൻ രക്ഷയിലേക്ക് തിരിയുക എന്ന് വെച്ചാൽ, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റെന്ന് യേശുവിനെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് എപ്പോൾ മനസ്സിലാക്കി സ്വീകരിക്കുന്നു, ആ നിമിഷം മുതലേ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ എല്ലാ പ്രവർത്തനങ്ങളും, അതായത് 23 വയസ്സ് വരെ ഈ വിജീഷ് ജീവിച്ചതുപോലെ ഇവിടെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരണമെങ്കിൽ നിങ്ങളും ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വരണം. ആരാധന കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് പറയുന്നതുകൊണ്ടും പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. ഞാൻ പള്ളിയിലെ വളരെ ആക്റ്റീവായ മെമ്പറായതുകൊണ്ടും പറ്റത്തില്ല. എൻ്റെ അച്ഛനും അമ്മയും ജന്മം എന്നാ അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട്, ഞാനും ജനിച്ചു വീണത് ഇതേ സഭയിലായതുകൊണ്ട് ഞാനൊരു ദൈവത്തിൻ്റെ പൈതലെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല. അപ്പം ഞാനൊരു ദൈവത്തിൻ്റെ പൈതലായി മാറണമെങ്കിൽ ഞാനും എൻ്റെ ദൈവമായിട്ടൊരു പേഴ്സണൽ ബന്ധമുണ്ടാകണം. അങ്ങനെ ആ സമയമാണ് എനിക്ക് എൻ്റെ പരിശുദ്ധാത്മാവിനുള്ള ബന്ധം തുടങ്ങുന്നത്. എൻ്റെ പ്രിയ ദൈവജനങ്ങളെ, ഈ ബന്ധം നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യും. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പറയുന്നതല്ല, ദൈവസ്ഥയിൽ 3 ദിവസമായിട്ട് പ്രാർത്ഥിച്ചിട്ട് മേടിച്ച വചനമാണ്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ജീവിതം അത് വളരെ 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 ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ക്രിസ്ത്യാനികളാണ്, പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്, ഇല്ല ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാൽ യേശുവായിട്ടുള്ള ബന്ധം, യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട്, എൻ്റെ അപ്പനും എൻ്റെ ദൈവത്തിന് എൻ്റെ അപ്പനും മകനാണ്, ഞാനും മകനാണ്. എൻ്റെ അപ്പൻ മകനായതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു വെച്ചാൽ നടക്കുമോ? നടക്കത്തില്ല. ഞാൻ മകനായി മാറണം. യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് ഏതൊരു വ്യക്തി സ്വീകരിക്കുന്നോ ആ നിമിഷം മുതലേ പരിശുദ്ധാത്മാവിൻ്റെ ബന്ധം അവനിലേക്ക് കടന്ന്. അപ്പോൾ നമ്മുടെ ജീവിതം ഏതവസ്ഥയിലാണുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. അതിനകത്തുള്ള ഉത്തരം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? കണ്ടെത്തുക. അപ്പം രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കടന്ന് വരണം. യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അതിന് ഞാനൊരു പാപിയാണെന്ന് യേശുവിൻ്റെ കയ്യിൽ സമ്മതിച്ചു കൊടുക്കാനായിട്ട് പഠിക്കണം. എൻ്റെ ജീവിതത്തിൽ 23 വയസ്സ് വരെ ഈ ലോകപരമായിട്ട് ജീവിച്ചപ്പോൾ ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി പേരെ സഹായിക്കും, എന്തൊക്കെ ചോദിച്ചാൽ അപ്പം തന്നെ സഹായിക്കാൻ തയ്യാറാണ് ഞാൻ. പക്ഷേ ക്രിസ്തു വന്നപ്പോൾ എന്നോട് പറഞ്ഞ നീ മഹാവീര്യ പാവിയാണ്. ഞാൻ സമ്മതിച്ചു കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഈ മൈക്കിൽ പിടിച്ച് നിങ്ങളോട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എന്നേ ഞാൻ തീർന്നു പോകേണ്ടവനായിരുന്നു അറിയാവോ? അപ്പം യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ നിമിഷം മുതൽ കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവ്. അങ്ങനെയാണെങ്കിൽ നാം ഇന്ന് കണ്ട ആ ചിന്തയിൽ ഹോളി സ്പിരിറ്റ് എന്താ? സ്പിരിറ്റ് ലെറ്റ് സെറ്റ് us ഫ്രീ. എന്നെ പരിശുദ്ധാത്മാവ് എന്നോട് എന്നെ ചെയ്യുക, എന്നെ വിടുവിക്കുക, എനിക്ക് സ്വാതന്ത്ര്യം നൽകി തരിക എന്നതാണ്. സെറ്റ് us ഫ്രീ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന പ്രവർത്തനം എന്തായിരിക്കും? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം ഒരാൾക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യം വായിക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം നൽകി തരും. എന്നുവെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകി തരും. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകി തരും. ഇന്ന് ഈ സമൂഹത്തിൽ ആ ബോധ്യം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. പാപം എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും
അറിയാത്ത അവസ്ഥ. തെറ്റിനെ തെറ്റായിട്ടും ശരിയെ ശരിയാകും തിരിച്ചറിയാൻ പറ്റാത്ത വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നാമും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും തെറ്റ് ചെയ്തിട്ടും കൂളായിട്ട് അവരായിരിക്കുന്നത്, അല്ലേ? ഈ ക്രിമിനൽസ് ഒത്തിരി എന്നാ അമ്മയെ വെട്ടിക്കൊള്ളുന്നവരും എല്ലാവരും നോക്കിയേ, തെറ്റ് ചെയ്ത പോലെ ഒരു ഭാവവും അവന് കാണത്തില്ല. അവരെന്തോ വലിയ പ്രവർത്തനം ചെയ്ത പോലെയാണ് പോലീസിൻ്റെ കൂടെ പോകുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഈ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവനിലേക്ക് എത്തിയിട്ടില്ല, കടന്ന് വന്നിട്ടില്ല. അപ്പം പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോൾ വരുമെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ കടന്നു വരും. 2, ആ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നാൽ ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് എനിക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യത്തെ എന്ത് ചെയ്യും, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം. ഇന്ന് സമൂഹം പാപത്തോട് എൻജോയ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ള ചിന്തയിലേക്ക് എല്ലാവരും മാറിപ്പോയി. നാം ചെയ്ത എല്ലാം ശരിയാണ്. അപ്പനെ അമ്മയെ അടിച്ചു കൊന്നാൽ ശരിയാണ്, അപ്പയോട് അമ്മയോട് വഴക്കുണ്ടാക്കിയാൽ അത് ശരിയാണ്. എൻ്റെ അമ്മയാണല്ലോ, എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ട്. പിള്ളേർ പറയുന്നതാണ്, എൻ്റെ അമ്മയാണല്ലോ, എൻ്റെ അച്ഛനമ്മയാണല്ലോ, എനിക്ക് പറയുന്നത് എന്നാ സാറേ എന്നാ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ പറയാനുള്ള അവകാശമുള്ളതുകൊണ്ട് അത് തെറ്റല്ല എന്നുള്ള ചിന്തയിലേക്ക് അവർ ചെയ്യും മാറി. ശത്രു എത്രമാത്രം നമ്മളെ കബളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഓർത്ത് നോക്കി. പാപത്തെ പാപമല്ലാതെ കാണിക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. പാപത്തിൽ എൻജോയ് ചെയ്യുക, തെറ്റിൽ എൻജോയ് ചെയ്യുന്ന വലിയൊരു സമൂഹം. തെറ്റിനെ തെറ്റായിട്ട് അവർ കാണാനേ പറ്റുന്നില്ല, അംഗീകരിക്കാനേ പറ്റുന്നില്ല. ആരും അവരെടുത്ത് തെറ്റെന്ന് പറയാനായിട്ട് അവർക്ക് മനസ്സും ഇല്ല. കാരണം അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സും ഇന്നത്തെ തലമുറകൾക്ക് ഇല്ലാതായിപ്പോയി. അപ്പം പാപത്തെ പാപമെന്ന് അംഗീകരിക്കാതെ പാപത്തിൽ ഒത്തിരി സന്തോഷം കണ്ടെത്തുന്ന, തെറ്റിനെ കുറിച്ച് ഒത്തിരി താലോലിക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത്. അവിടെയാണ് ദൈവം പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് എന്ത് ചെയ്യും. ബൈബിളിൽ പാപത്തെ താലോലിച്ച് പാപത്തിൽ എൻജോയ് ചെയ്ത ഒരു മനുഷ്യനുണ്ട്. അവൻ്റെ പേരെന്താണെന്നറിയാമോ? നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 9, 5, 6 വാക്യം. 4, 5 വാക്യം. ന്യായാധിപന്മാർ 16-ാം അധ്യായം 4, 5 വാക്യം. പെട്ടെന്ന് വായിക്കാം. ആ ഓക്കെ, മതി. അവിടെ പറഞ്ഞിരിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സിംസോനെ കുറിച്ചാണ്. നമുക്കറിയാം, സിംസോൻ ഈ ലോകത്തിലെ ഏറ്റവും പരാക്രമശാലിയാണ്. സിംസോൻ, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒന്നുമില്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും അവൻ നിസ്സാരമാക്കി ചെയ്യും. അല്ലെങ്കിൽ സിംഹത്തിൻ്റെ വായെ കീറിക്കളയുവാൻ ശക്തിയുള്ളവനായിരുന്നു സിംസോൻ. ഇത്രയും പരാക്രമശാലിയായിട്ട് ഈ സിംസോനെ സൃഷ്ടിക്കാനുള്ള കാരണം, ഒറ്റ കാരണമുണ്ടായിരുന്നു, ഫെലിസ്ത്യരെ നശിപ്പിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ദൈവം സ്പെഷ്യൽ പ്രോഡക്റ്റായിട്ട് സിംസോനെ സൃഷ്ടിച്ചത്. എന്നാൽ സിംസോൻ ആ ഫെലിസ്ത്യരിലുള്ള ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ തുടങ്ങി. അവളുടെ പേരാണ് ദലീല. ദലീലയെ സ്നേഹിക്കാൻ തുടങ്ങി. സ്നേഹം കൂടി വന്നതുകൊണ്ട് എന്തിനായാവോ അവൻ എന്തിനാണോ ദൈവവിളി, അവൻ്റെ മേലുള്ള എന്ത് ദൈവവിളിയാണെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആ തെറ്റ് അവന് ശരിയാകാനായിട്ട് നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് മനസ്സിലാകും. അതിൻ്റെ 7-ാം വാക്യവും 11-ാം വാക്യവും 13-ാം വാക്യവും 7-ാം വാക്യം ഒരാൾ വായിക്കും. ആ യെസ്. അപ്പോൾ ഈ ദലീല ഈ സിംസോനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫെലിസ്ത്യർക്ക് സിംസോനെ അടക്കാനേ പറ്റുന്നില്ല. എവിടെ പോയാലും എന്ത് ചെയ്താലും സിംസോൻ രക്ഷപ്പെട്ടു വരിക. അത് എങ്ങനെയെങ്കിലും ഇവൻ്റെ ശക്തി എവിടെയാണെന്ന് തിരിച്ചറിയണമെന്ന് ഈ ഫെലിസ്ത്യർ എന്ത് ചെയ്യുക, പ്ലാൻ ഒരുക്കുക. അപ്പോഴാണ് മനസ്സിലായത് ഫെലിസ്ത്യരുടെ സ്ത്രീയായ ദലീലായ ആര് സ്നേഹിക്കുന്നു, ഈ സിംസോൻ സ്നേഹിക്കുന്നു. സിംസോൻ അറിയാതെ ഈ ഫെലിസ്ത്യർ ഒന്ന് ദലീലയുടെ അടുത്ത് പറയുകയാണ്, എടി മണ്ടിപ്പണ്ണെ, നീ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, അവൻ്റെ രഹസ്യം എവിടെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് തരണം. നിനക്ക് എത്ര വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ബഹുമാനം, പൈസ
തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശിംശോൻ ഇതറിയാതെ ദലീലയുടെ അടുത്ത് വന്നപ്പോൾ അവൾ ഇവൻ്റെ ഈ ശക്തി എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി ഒന്നാമത്തെ ശ്രമം ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, നീ എന്ത് ചെയ്യണം? 7-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ശിംശോൻ അവരോട്, ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ 7 കയറ് കൊണ്ട് എന്നെ ചെയ്യണം, കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ശക്തി എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. അവൾ അതേപോലെ എന്ത് ചെയ്തു? ശിംശോനെ കെട്ടിയിട്ട് അവളൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 9-ാം വാക്യത്തിൽ പറഞ്ഞു, എടാ ശിംശോനെ, ഇതാ ഫെലിസ്ത്യർ നിന്നെ പിടിക്കാൻ വരുന്നു. പറഞ്ഞ് തീർന്നവണ് ശിംശോൻ എന്ത് ചെയ്തു? ആ കയറ് പൊട്ടിച്ചിട്ട് വെടിക്കുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതിനകത്തല്ല അവൻ്റെ ശക്തി. അവൻ സ്നേഹത്തിൽ വീണ്ടും വീണത് കൊണ്ട് രണ്ടാമത്തെ തവണ വീണ്ടും അവസരം കൊടുക്കുമോ? അതിൻ്റെ 11-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 11-ാം വാക്യം വായിച്ചു. പുതിയ കയറ് കൊണ്ട് എന്നെ എന്ത് ചെയ്യണം? ഈ പ്രാവശ്യം നിന്നെ ചതിക്കത്തില്ല, നീ കെട്ട്, ഉറപ്പായിട്ട് എൻ്റെ ശക്തി എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. അവൾ അതേപോലെ കെട്ടിയിട്ട് അതേ ഡയലോഗ് വീണ്ടും അടിക്കുക, എടാ ശിംശോനെ, ഇതാ ഫെലിസ്ത്യർ നിന്നെ പിടിക്കാൻ വരും. ഈ മണ്ടൻ ഇത് കേൾക്കണ്ടേ? ഇവിടെ എന്തിനാ എൻ്റെ കയറും കാലും കെട്ടുന്നത്? ഈ ഫെലിസ്ത്യൻ്റെ അടുത്ത് പിടിക്കാൻ വേണ്ടി അതേ ഡയലോഗ് പറയുമ്പോഴും അവൻ വീണ്ടും എന്ത് ചെയ്യുക? പൊട്ടിച്ച് വെളിയിൽ വരുന്നു. 3-ാമത്തെ തവണ അവനെ അതേപോലെ ഒരു കാര്യം പറഞ്ഞു. ചടയിൽ മുടിയിൽ 7 മുടിയെടുത്ത് കെട്ടിയിട്ടാൽ മതി, അതിൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. 13-ാം വാക്യത്തിൽ പറയുമ്പോൾ 14-ാം വാക്യം ദലീല വീണ്ടും പറയുന്നു, ആ കെട്ടിയിട്ടിട്ട് പറയുക, എടാ ശിംശോനെ, ഇതാ ഫെലിസ്ത്യർ നിന്നെ പിടിക്കാൻ. ആ പ്രാവശ്യം എന്ത് ചെയ്യുക? ശിംശോൻ ചാടി എണീക്കുന്നു. മക്കളെ, 3 തവണയും ഒരേ വാക്ക് പറഞ്ഞ അവൻ്റെ അടുത്ത് പോയി. എന്താ? ഫെലിസ്ത്യർ നിന്നെ പിടിക്കാൻ. ദൈവത്തിൻ്റെ മകനായ ശിംശോന് ഈ വാക്ക് കേട്ടിട്ട് ഇവളെന്നെ ചതിക്കാൻ പോവാന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇതാ പാപത്തിൽ എൻജോയ് ചെയ്യുന്ന അവസ്ഥ. പാപം നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന തെറ്റല്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ, വലിയൊരു അപകടം ശത്രു നമ്മുടെ മുമ്പിൽ വെച്ചാലും നമുക്ക് തിരിച്ചറിയാനായിട്ട് ശിംശോൻ 3 തവണ അതേ ഡയലോഗ് പറഞ്ഞിട്ടും അവൻ ദൈവം അവൻ്റെ കൂടെയുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ചാടി എണീറ്റു. എന്നാൽ 4-ാം തവണ 16-ഉം 17-ഉം വാക്യത്തിൽ പറയുമ്പോൾ അവളെ ഒത്തിരി സ്നേഹിച്ചത് കൊണ്ട് അവൻ്റെ അടുത്തിൽ നിന്നുള്ള ആ ഒരു രഹസ്യത്തെ അവൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ തലയിൽ ഇതുവരെ കത്തി കൊണ്ടിട്ടില്ല, കത്തി കൊണ്ടാൽ മതി, എൻ്റെ ശക്തി മൊത്തം എന്ത് ചെയ്യും? നശിച്ചു പോകുമെന്ന് ശിംശോൻ പറഞ്ഞു. അതേപോലെ കിടത്തിയിട്ട് ശിംശോൻ്റെ അടുത്ത് വന്നിട്ട് അതേപോലെ പറയും, എടാ ശിംശോനെ, ഫെലിസ്ത്യർ നിന്നെ പിടിക്കാം. ഈ പ്രാവശ്യം ആ മിടുക്കനായ ശിംശോൻ ചാടി എണീറ്റപ്പോൾ അവൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലായിരുന്നു. നഷ്ടപ്പെട്ടു പോയ ശിംശോനായിട്ട് മാറി. എൻ്റെ പ്രിയ ദൈവമക്കളെ, പാപത്തിൻ്റെ അവസ്ഥ ഇതാണ്. പാപത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. പാപം ഇതാണ്, തെറ്റിതാണ്, ശരി ഇതാണ് നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ശിംശോനെ പോലെ പാപത്തിൻ്റെ അടിമത്തട്ടിൽ നാം വീണു. പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം. അതിനെന്ത് ചെയ്യണം? ഈ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി ആശ്രയിക്കണം. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവമേ, ഞാൻ നിന്നിലേക്ക് ശരണം വയ്ക്കുകയെന്ന് പറഞ്ഞ് നമ്മളെ പൂർണ്ണമായിട്ട് ശരണം വച്ചാൽ നമ്മുടെ മുമ്പിലുള്ള ചതിക്കുഴികളെ, ശത്രുവിൻ്റെ എല്ലാ പ്ലാനുകളെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും. അത് ചെയ്തില്ലെങ്കിൽ ശിംശോൻ്റെ അവസ്ഥ നമുക്കുണ്ടാകും. ശിംശോൻ്റെ അവസ്ഥ നമുക്ക് ഉണ്ടാകും. അപ്പം ഒന്ന്, പാപത്തിൽ എൻജോയ് ചെയ്യുന്ന അവൻ നമ്മളെ കബളിപ്പിക്കും. ശത്രു നമ്മളെ പറഞ്ഞ് ഇതാണ് ശരി എന്ന് പറഞ്ഞ് പറ്റിക്കും. നമുക്കറിയാം സാത്താൻ സേവ അല്ലേ? സാത്താൻ സേവയുടെ ചർച്ചിൻ്റെ ഫൗണ്ടർ അദ്ദേഹത്തിൻ്റെ പേര് ആൻ്റൺ ലേവി എന്നാണ്. അദ്ദേഹമാണ് സാത്താൻ സേവയുടെ ചർച്ച് ആദ്യമായിട്ട് ഈ ലോകത്തിൽ കൊണ്ടുവന്ന ആൾ. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് മരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ മരിക്കുമ്പോൾ സാത്താൻ വരും, എന്നെ കൊണ്ടുപോയി വളരെ ബഹുമാനത്തോടെ കൊണ്ട് അവൻ്റെ സന്നിധിയിൽ കൊണ്ട് എന്നെ ചേർക്കുമെന്ന്. എന്നാൽ മരണം അടുക്കും തോറും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. എന്നാണെന്നറിയാവോ? എന്തൊക്കെയോ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു എന്ന് എന്ത് ചെയ്തു? അദ്ദേഹം
എഴുതി. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് റിയലല്ല, ഇത് ഫേക്കാണ്. സാത്താൻ്റെ ജീവിതം നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് മരണത്തിൻ്റെ അവസാനമായപ്പോൾ സാത്താൻ സഭ നിർമ്മിച്ച മനുഷ്യൻ പോലും അത്രമാത്രം ശത്രു നമ്മളെ വഞ്ചനയിലാക്കി വെച്ചുകൊണ്ടിരിക്കുക. ആ കാലത്താണ് പരിശുദ്ധാത്മാവില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നു. പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ചോണം, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാം ചെയ്യും. കാരണം അതാണ് എല്ലാം. അത് പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അടുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് എങ്ങനെ ലഭിക്കുമെന്ന് നമ്മൾ കണ്ടു. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ വരുമെന്ന് നമ്മൾ എന്ത് ചെയ്തു? കണ്ടു. രണ്ടാമത്തത്, ആ പരിശുദ്ധാത്മ നമ്മളിൽ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ ചോദിക്കുക. രണ്ടാമത്തെ ചോദ്യം, ആ പരിശുദ്ധാത്മ നമ്മളിൽ ഉണ്ടോ? ഇപ്പം നിർത്താം, നിങ്ങൾ വിഷമിക്കുകയാണെന്ന് മനസ്സിലായി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. എന്തായിരുന്നു വായിച്ചത്? 14-26 വായിച്ചേ. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ? യോഹന്നാൻ 14-26 ആണോ? ആ 14-26 വായിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുമോ? ടീച്ച് ചെയ്യും, നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് റിമൈൻഡ് ചെയ്യും. ഇപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമുക്ക് ഓർമ്മിച്ച് തരുമെന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നാം തെറ്റിപ്പോകാനുള്ള വഴിയുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും? മക്കളെ, ഇത് തെറ്റാണ്, അങ്ങോട്ട് പോകരുതെന്നുള്ള നമുക്കൊരു ആലോചന പറഞ്ഞു തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് ഈ ലോകത്ത് തെറ്റേതാ ശരിയാകാ തിരിച്ചറിയാതെ വലിയൊരു യുവതലമുറ നടക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുക, നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ ആലോചന എന്ത് ചെയ്യണം? ചോദിച്ചോണം. അവൻ നിനക്ക് നല്ല ആലോചന പറഞ്ഞു തരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്യണം? നാം ചോദിക്കണം. ആലോചന ചോദിച്ച് അവൻ നമ്മളെ എന്ത് ചെയ്യും? നല്ല വഴിക്ക് നടത്തുന്നവനാണ്. നല്ല വഴിക്ക് നടത്തണം. സങ്കീർത്തനം 51-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ? പരിശുദ്ധാത്മാവ് നമ്മളെ നഷ്ടപ്പെട്ടു പോവോ? ഇപ്പം തീർക്കാം, 5 മിനിറ്റ്. പോവോ? ഇല്ല. സങ്കീർത്തനം 51-11 വായിച്ച്. ആ യെസ്. അപ്പോൾ ദാവീദ് പോകത്തില്ല നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? പരിശുദ്ധാത്മാവ് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന്. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നറിയാവോ? സദൃശവാക്യം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകുമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരാതെ ഞാൻ അങ്ങനെ തന്നെയേ ജീവിക്കത്തുള്ളൂ എന്ന വാശിയോടെ ജീവിക്കുന്ന, സ്വയത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകും. പരിശുദ്ധാത്മാവ് മാറിപ്പോകും. ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, രാജാവായ ദാവീദ് 51 സങ്കീർത്തനം, അവൻ വലിയ പാപം ചെയ്തു. അവൻ വിഭചാരം ചെയ്തിട്ട് ദൈവം അവനാണ് ചെയ്തതെന്ന് ദൈവത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തപ്പോൾ ദാവീദ് നിലവിളിക്കുന്ന സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ രാജാവ് പറയുക, രാജാവായ ദാവീദ് പറയുക, എൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാലും ശരി, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും നഷ്ടപ്പെട്ടാലും ശരി, എനിക്ക് രോഗം വന്നാലും ശരി, പക്ഷേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യരുത്. കാരണം അവരുടെ ജീവിതത്തിൽ മനസ്സിലായി, ഈ ലോകത്തിലുള്ള എല്ലാ അനുഗ്രഹത്തെക്കാളും പ്രാധാന്യമെന്ന് പറയുന്നത് എൻ്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എൻ്റെ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കളയത്തില്ല എന്നുള്ള ആഗ്രഹം ദാവീദിനുണ്ടായിരുന്നു. ഈ ആഗ്രഹമാണ് നമുക്കുണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പൗലോസ് പറയുന്നത്. എഫേസ്യർക്ക് ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എങ്ങനെയാണ് ദുഃഖിപ്പിക്കുന്നത്? ദൈവത്തിന് വിരോധമായി, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിലൂടെ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നവർ എന്താ ചെയ്യുന്നത്? ആ വാക്യം വായിക്കേ, 4-ാം അധ്യായം 30-ാം വാക്യം. യെസ്,
അപ്പം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാനായിരിക്കാനുള്ള കാരണം എന്നാണെന്നറിയാമോ? അവനാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവൻ ദൈവത്തിന്റെ പൈതലാണെന്ന മുദ്ര നമ്മളിലേക്ക് തന്നിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവായതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനാണ് ജീവിക്കുന്നു? ദൈവവചനത്തിന് അനുസരണ പ്രവർത്തനമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ വഴി നടത്തുന്നത്. അങ്ങനെയല്ല, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ ജീവിതം, നമ്മുടെ ജീവിതം. അതിനുവേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേട്ട് നടക്കുന്നവരായി നാം ഇല്ലാത്ത പക്ഷം മുദ്ര നഷ്ടപ്പെട്ടു പോകും. അങ്ങോട്ട് പോകുമ്പോൾ അടയാളമില്ലാത്തവരായി. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ച് കൂടെ നടക്കുക. നമ്മൾ കണ്ടു ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൽ നമ്മൾ ആരെക്കുറിച്ചാണ്? ശിംശോനെ കുറിച്ച്. അവസാനം ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 20-ാം വാക്യം, 16-20 വായിച്ചേ. 16-20 ഞാൻ വായിക്കാം. ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ, ശ്രദ്ധിക്കണം, ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ താൻ മുമ്പത്തതുപോലെ കുടഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. അപ്പം 3 പ്രാവശ്യം ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും അവൻ പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് പോലും ശിംശോൻ ചെയ്തില്ല, തിരിച്ചറിഞ്ഞില്ല. എന്നിട്ടാണ് പറയുന്നത്, ഞാൻ വീണ്ടും അവനെ നശിപ്പിക്കുമെന്ന് പറയുക. അവൻ വീണ്ടും എണീറ്റപ്പോൾ ഫിലിസ്ത്യർ വന്ന് ശിംശോനെ പിടിച്ച് കണ്ണു കുത്തി പൊട്ടിച്ച് ഒരു ചെയിലിനകത്ത് കൊണ്ടിട്ടു. 25-ാം വാക്യത്തിൽ പറയുന്നത്, അവനെ കളിയാട്ടത്തിന് വേണ്ടി ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയേ. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ശിംശോൻ ഇന്നൊരു എൻ്റർടൈനറായിട്ട് മാറിക്കൊണ്ട് ഫെലിസ്ത്യരുടെ മുമ്പിൽ ഇരിക്കുക. ഈ മക്കളെ, ഇന്ന് ഈ ലോകം പലവിധമായ എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ മുമ്പിൽ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഒരു ക്രിസ്തീയ ലൈഫ് തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ജീവിക്കുന്ന അനേകരുണ്ട്. എൻ്റർടൈൻമെൻറ്റ് കാണിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കാണത്തില്ല. ഇന്ന് ആരാധിക്കാനും ആരാധന നടത്താനും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക പറഞ്ഞാൽ സിനിമാ പാട്ട് പോലെ ദൈവപാട്ടിനെ, ക്രിസ്തീയ പാട്ടിനെ മാറ്റി ആരാധിച്ച് കുഞ്ഞുങ്ങളെ എൻ്റർടൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരുന്ന വലിയൊരു ദൈവ വേലക്കാരെന്ന് അഭിനയിക്കുന്ന അനേകം നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ അടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കാണത്തില്ല. ഇവിടെ പറയുക, ശിംശോൻ എൻ്റർടൈൻമെൻ്റ് ആയതുകൊണ്ട് അവൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. അവൻ്റെ ദൈവത്തെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള അറിയാതെ ശിംശോൻ എന്ത് ചെയ്യുക? ചാടി വീഴുക. ഇന്ന് പലപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലെന്ന് പോലും നമുക്ക് പലപ്പോഴും ചെയ്യുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം പലപ്പോഴും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധാരണയിലാണ് നമ്മൾ. ഒരു ക്രിസ്തീയ പൈതൽ ധാരണയിലല്ല ജീവിക്കേണ്ടത്, ഉറപ്പിലാണ് ജീവിക്കേണ്ടത്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധാരണയിലല്ല ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. എൻ്റെ കൂടെ ഉണ്ടെന്ന ഉറപ്പ് ഓരോ നിമിഷവും നമുക്കുണ്ടായിരിക്കണം. ആ ഉറപ്പോടെ വേണം നമ്മൾ ജീവിക്കാൻ. ധാരണയോടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ